അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ലേബർ റൂമിലോട്ട് പോകുന്നതായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ലേബർ റൂമിൽ പോയതിന് ശേഷം പുറത്ത് എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ലേബർ റൂമിലോട്ട് പോകുന്ന സമയത്ത് എൻ്റെ കൂടെ എൻ്റെ ചേട്ടനും അമ്മയും അതുപോലെ അനിയത്തി പിന്നെ ചേട്ടൻ്റെ അച്ഛനുമാണ് ഉണ്ടായിരുന്നത്. ഞാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെല്ലാവരും എത്തി. ചേട്ടൻ്റെ അമ്മ, ചേച്ചി, നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ദിയക്കുട്ടി, പിന്നെ എൻ്റെ മൂത്തയമ്മ, മാമിമാർ, പിന്നെ ചക്കര, അനിയൻ, ബിന്ദു ആൻറ്റി, അതുല്യ, ആർഷ, ആനന്ദോ, വിഷ്ണു, കിച്ച എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പുറത്തെ വിശേഷങ്ങളെല്ലാം ഇവരെല്ലാവരും കൂടി കുറച്ച് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അകത്ത് എൻ്റെ കാര്യമെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് പെയിൻ വരാൻ വേണ്ടി ടാബ്ലറ്റ് തന്നായിരുന്നു. പെയിൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഡൈലേഷൻ കുറവായിരുന്നു. അപ്പോൾ എനിക്ക് പേടിയെന്ന് പറയുമ്പോൾ എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് ഇനി സിസേറിയനിലോട്ട് പോകുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എടുത്ത് പറയാമല്ലോ, അവിടെ നമ്മുടെ ലേബർ റൂമിലെ സ്റ്റാഫുകളും അതുപോലെ തന്നെ നമ്മുടെ ജസ്ന മാഡം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എനിക്ക് ആ ഒരു മെൻ്റലി ഞാൻ വീക്കാവാത്തതിന് കാരണം അവരൊക്കെ തന്നെയാണ്. എന്നെ നല്ല രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ദേഷ്യപ്പെടുക അങ്ങനെ ഒന്നുമില്ല, ഭയങ്കര സ്നേഹത്തോടെയും വളരെ കാര്യത്തോടെയാണ് എല്ലാം പറഞ്ഞു തന്നത്. കുഞ്ഞിനെ ചേട്ടൻ്റെ കയ്യിൽ ജസ്ന മാഡം തന്നെ കൊടുത്തു. അപ്പം മാഡം കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാം ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടാണ് മാഡം കൊടുത്തത്. അപ്പോൾ ഇവരുടെ കുഞ്ഞിനെ കണ്ടപ്പോൾ ഇവരുടെ എല്ലാവരുടെയും മുഖത്തുള്ള സന്തോഷമൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. അത് ഞാൻ വീഡിയോയിലൂടെയാണ് കണ്ടത്. മിക്കുള്ളവരും അങ്ങനെ തന്നെ ആയിരിക്കും കാണുന്നത്. പക്ഷേ എനിക്ക് ഈ വീഡിയോ പിന്നും കാണുമ്പോഴും ഇപ്പം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അറിയാതെ കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ. കാര്യം എന്താണെന്നറിയില്ല. അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ വയറ് കണ്ടിട്ടൊക്കെ എല്ലാവരും പറഞ്ഞത് ആൺകുഞ്ഞായിരിക്കും എന്നാണ്. പക്ഷേ എൻ്റെ ചേട്ടൻ്റെ ആഗ്രഹം പോലെ നമുക്കൊരു മോളെയാണ് കിട്ടിയത്. നമ്മളെല്ലാവരും ഹാപ്പിയാണ്.